അതെ ഏക്കറിന് വെറും കുറഞ്ഞ പൈസക്കുള്ള സ്ഥലങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചങ്കള നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു 6 ഏക്കർ 75 സെന്റ് സ്ഥലം ഏക്കറിന് വെറും 10 ലക്ഷം ഉറുപ്പ്യ ചോദിക്കുന്ന കിടില ഒരു പ്ലോട്ട്. അതിനകത്ത് ഇതാക്കണം ഈ കാണുന്ന ഒരു 4 ബെഡ്റൂം ഒക്കെ ഉള്ള കിടില ഒരു വീടും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിടിലം കിടക്കാശി മുതൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്ക് പോകണം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് അസല പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഉദയഗിരി 5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ഏത് വാഹനങ്ങൾ വേണേലും ലോറി അടക്കം വരുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. കുറച്ചു ഭാഗം ഇതിപ്പോ നമുക്ക് വീട്ടിലോട്ട് പോകേണ്ട വഴിയാണ്. നമുക്ക് കുറച്ച് ഭാഗം റോഡിന്റെ താഴെ ഭാഗത്തേക്കും കുറച്ച് ഭാഗം ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ റബ്ബർ തെങ്ങ് കവുങ്ങ് എന്ന് വേണ്ട അത്യാവശ്യം വേണ്ട നല്ല കിടിലൻ ആദായം കിട്ടുന്ന നല്ലൊരു കിടിലൻ കിടക്കാച്ചി മുതൽ തന്നെയാണ് കേട്ടോ. ഇതേപോലുള്ള മുതലുകളാട്ടോ നിങ്ങളൊക്കെ അന്വേഷിച്ച് കിടക്കുന്നത്. കിടിലൻ കിടക്കാച്ചി പ്ലോട്ട്, അതും ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും വില കുറവില്ല സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം ചങ്കുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട്. നിങ്ങൾക്ക് പറ്റിയ നല്ല കിടിലൻ കിടക്കാച്ചി മുതൽ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ താമസ സൗകര്യത്തിന് 4 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീടുണ്ട്. വെള്ളത്തിന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള 2 കിണറും ഉണ്ട് കേട്ടോ. ആ കിണറാണ് കാണുന്നത്. നടക്ക് അപ്പൊ പോയാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് പറമ്പിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അതെ. പിന്നെ ഇതേമാതിരി റബ്ബറുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ പറമ്പിനകത്ത്. ഇതൊക്കെ ചെറുത് അപ്പുറത്തുണ്ട് നല്ല നല്ല റബ്ബറുകൾ. ഇതേപോലത്തെ റബ്ബറുകൾ കണ്ടില്ലേ. ഇപ്പൊ റോഡിന്റെ താഴെ ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പറമ്പിന്റെ അതിനോട് ചേർന്ന് തോടല്ല ഭാഗത്ത് കുറച്ച് ഭാഗമുള്ളൂ. ഇതാണ് ഇത്ര ഒരു ഭാഗം. അതിനകത്ത് ഇതേമാതിരി ഒരു കിണറുണ്ട്. ഇതേമാതിരി അല്ല ഈ ഒരു കിണർ നമുക്ക് ഇതിനകത്തുണ്ട്. 2 കിണറുണ്ട്. വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. കിണറ്റിലൊന്നും പോയി ചാടാൻ നിക്കണ്ട. ഇഷ്ടംപോലെ വെള്ളം ഇങ്ങോട്ട് നോക്കിയാണ് ചങ്കളെ. ഇങ്ങോട്ട് നോക്കി അധികം ആഴല്ലാത്ത കിണറാണ് കേട്ടോ. നല്ല വെള്ളം ഫുള്ള് ചുറ്റുഭാഗം കെട്ടിയിട്ടില്ല. വെട്ടുകല്ല് വെച്ച് ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ള നല്ലൊരു കിണർ. വറ്റാത്ത വെള്ളമുള്ള കിണർ. തോടാണ് ഒഴുകണം. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറമ്പിന്റെ സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട്. ഇതാണ് മുതല്. ഇനി ഇങ്ങോട്ട് വരി കാണിച്ചു തരാം. നടക്കാൻ കിട്ടി. ഇനി നമുക്ക് ഓരോന്ന് അങ്ങനെ പോയിട്ട് കാട്ടി കൊടുക്കല്ലേ. നല്ലൊരു സ്ഥലം കേട്ടോ. ടാറിംഗ് റോഡിനോട് ചേർന്നൊക്കെ ഇതേമാർക്ക് നല്ല വരുമാനമുള്ള മുതൽ നിങ്ങൾക്ക് കിട്ടും എവിടെയെങ്കിലും. അതും നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു മുതലുള്ളത് കേട്ടോ. നമ്മളെ നാട്ടിൽ മലപ്പുറത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെന്റിന് എങ്ങനെയാലും ഒരു 50,000 റുപ്യക്ക് മേലാണ്ട് എണ്ണയാണ് കൊടുക്കണം. വെറും സെന്റിന് വെറും 10,000 റുപ്യാണ് ചോദിക്കുന്നത്. വെറും 10,000 റുപ്യ. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ആക്കണതിന്റെ ഫ്രണ്ട് തന്നെ നിലവിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. വണ്ടിയൊക്കെ ഇതാക്കണേ വീടിന്റെ മിറ്റം വരെ ചെല്ലും. ഇവിടെ നോക്കിയാ നിങ്ങള് വലിയ വണ്ടി അടക്കം നമുക്ക് വീടിന്റെ മിറ്റം വരെ ചെല്ലാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നമ്മള് വീടിന്റെ മിറ്റത്തേക്കാണ് ഇപ്പൊ എത്തുന്നത് കേട്ടോ. നോക്കിയാണ് നമ്മളെ വണ്ടി കിടക്കണല്ലേ. അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു പറമ്പിനകത്തുള്ള വീട് എന്ന് പറയുന്നത് കേട്ടോ. 4 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീട് കണ്ടില്ലേ. പിന്നെ വീട് കാണുന്നതിന് മുന്നേ ആദ്യം വെള്ളത്തിന്റെ സൗകര്യം. വെള്ളം കിട്ടുമോ നോക്കിട്ടല്ലേ വീട്ടിൽ കയറണത്. കണ്ടല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് വെള്ളം കിട്ടുമല്ലോ. പഞ്ചായത്തിന്റെ വെള്ളത്തിന്റെ ജലനിധിയുടെ പൈപ്പും കാര്യങ്ങളും പോകുന്നുണ്ട്. പിന്നെ അടുത്ത കിണർ നല്ല വെള്ളം കേട്ടോ. ഇത് ഫുൾ ടൈം ഉണ്ടാവും. ഇതേമാർക്ക് വറ്റൊന്നുമില്ല. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ഇതേപോലെ കവുങ്ങ് അങ്ങനെ എന്താ പറയാ ചേന ചേമ്പ് സംഭവങ്ങളൊക്കെ നടാനും പറ്റിയ മണ്ണുള്ള സ്ഥലം. നല്ല മണ്ണുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ. ഇതാണ് നമ്മളെ വീടിന്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. തെങ്ങൊക്കെ ഏകദേശം 150ഓളം തെങ്ങിട്ട്. ഇതേമാർക്ക് നല്ല കായ്ക്കണ തെങ്ങ് കേട്ടോ. തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ്. വെളിച്ചെണ്ണയ്ക്കാണെങ്കിലൊക്കെ പച്ചത്തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. തേങ്ങയ്ക്ക് അവിടെ 82 റുപ്യാണ് വില എഴുതി കാണിച്ചത് പച്ചത്തേങ്ങയ്ക്ക്. പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതാ സിറ്റ് ഔട്ട്, ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. നിലമൊക്കെ ഫുള്ള് ടൈലിട്ടിട്ടുള്ളതാണ്. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊന്ന് പോയിട്ട് കാണിച്ചു തരാം. ഇതേമാതിരിയുള്ള ഒരു മുതലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ പെട്ടെന്ന് പോന്നോളി, എളുപ്പം പോന്നോളി. അപ്പൊ സിറ്റ് ഔട്ട് ആക്കണ നല്ലൊരു കളർ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലോട്ട് ഒരു 3 കല്ല് ജനലൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ. ഹാളിലോട്ടൊക്കെ വരുമ്പോ നോക്കിയതാ നമ്മളെ വീടിന്റെ ജനല് വാതില് കട്ടില ഈ ഒരു സംഭവം കണ്ടില്ല. ഫ്രണ്ട് ഡോറാണ് കേട്ടോ. ഫുള്ള് മരത്തിന്റെ ആണ് ഈ സംഭവങ്ങളൊക്കെ. നല്ലൊരു വീട് കേട്ടോ. ഹാളിലോട്ടൊക്കെ വരുമ്പോ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ ഹാള്. നോക്കിയേ ഹാളിൽ തന്നെ നല്ല രൂപക്കൂടൊക്കെ സെറ്റ് ചെയ്താണ്ട് ഏതാ മുതലില്ലേ.
നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂം ആണ് വരുന്നത്. അതുപോലെ നിലമൊക്കെ ഇങ്ങോട്ട് നോക്കിയേ, ഫുള്ള് വൈറ്റ് കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാൻ ഈ ഒരു ഭാഗത്താണ് 1ാമത്തെ റൂം വരുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ റൂം ഇവിടെയാണ് കേട്ടോ. പിന്നെ നമുക്ക് 3ാമത്തെ റൂം ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാനി. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂം അങ്ങോട്ട് കണ്ടാലോ? ആദ്യത്തെ റൂം കാണിക്കാം. അപ്പൊ ഇതാ ഇങ്ങോട്ട് നമുക്ക് ഇവിടെയാണ് കാണാം ആദ്യത്തെ റൂം. ബാ, അപ്പൊ ഇതാണ് റൂമുകളൊക്കെ നോക്കിയാൽ നല്ല സൗകര്യമുള്ള വലിയ റൂമൊക്കെയാണ് കേട്ടോ. റൂമിന് ഷെൽഫ് അതുപോലെ റേക്കെല്ലാം ഉണ്ട്. അതുപോലെ നിലമെല്ലാം ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക സൗകര്യത്തോട് കൂട്ടിയിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ്. ഇതാണ് 2ാമത്തെ റൂം. റൂമൊക്കെ നല്ല വലിയ റൂം തന്നെയാണ്. ഷെൽഫ് അതുപോലെ റേക്കെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാളിൽ തന്നെ 5-6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യത്തിനുള്ള ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ 3ാമത്തെ റൂം വരുന്നത്. ഈ റൂം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. റൂമുകളൊക്കെ എല്ലാം നല്ല സൗകര്യമുള്ള റൂമുകളാണ്. പിന്നെ ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ 4ാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഹാളിൽ നിന്നാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുക്കള കാണിക്കണ്ടേ? അതെ, ഇനി നമുക്ക് അടുത്തത് കാണാനുള്ള അടുക്കളയാണ്. അടുക്കളയാണ് എല്ലാവർക്കും നമ്മളെ ലേഡീസിനൊക്കെ കാണാൻ ആകാംക്ഷയുള്ള അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയും കാര്യങ്ങളൊക്കെയാണ്. ആലുവ അടുപ്പ് എല്ലാം ഉണ്ട്, വിറകടുപ്പുണ്ട്, ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ ആണെങ്കിലും പാത്രം കഴുകാനും അത്യാവശ്യം എല്ലാം വേണ്ട നല്ല സൗകര്യമുള്ളൊരു അടുക്കളയും വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട നല്ല സൗകര്യമുള്ള ഒരു ഫാമിലിക്ക് ഒതുങ്ങിയ പാകത്തെ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇനി പുറത്തുനിന്ന് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇതിപ്പോ ഒരു ഷെഡാണ് കേട്ടോ. നമുക്ക് വിറക് വരയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ പശുത്തൊഴുത്ത്, പശുക്കളൊക്കെ വളർത്തണമൊക്കെ ആഗ്രഹമുള്ളവർക്ക് പശുത്തൊഴുത്തായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ പിന്നെ നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോ നല്ലൊരു 4-5 പശുവിനെ 2-4 പശുവിനൊക്കെ വളർത്താല്ലേ? സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ് കണ്ടില്ല? തെങ്ങാണ് ഇപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഒക്കെ നല്ല കായ്ക്കണ തെങ്ങാട്ടോ. 150 തെങ്ങ് ഇതേ മാറ്റി നല്ല കിടിലൻ തെങ്ങുകളാണ് കേട്ടോ. നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കണം നല്ലൊരു തോട്ടം തന്നെ കേട്ടോ. അതെ. പിന്നെ നമുക്ക് കോഴീനെ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ കോഴീനെ വളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് കോഴീനെ വളർത്താം. ആടിനെ വേണമെങ്കിൽ ആടിനെ അങ്ങനെ ഫാമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ തേങ്ങയാണ് കിടക്കുന്നത്. കണ്ടോ ഈ തേങ്ങക്ക് കണ്ടോ? ഇതിന്റെ വലിപ്പം കണ്ടോ? ഇതുണ്ടോ? ഇത് ഇനി ആൾക്കാർ വീഡിയോയിൽ കാണുമ്പോൾ പറയും ചെറുതാണ്. എത്രങ്ങാനും വലിയ തേങ്ങയാണ് ഇത്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത് 2-3 തേങ്ങ കൂടെയുള്ള വലിപ്പം എത്ര ഉണ്ടാവും അതേമാർക്ക് ഇതാക്കണം. ഇതേമാർക്ക് ഇത് കണ്ടില്ലേ? കണ്ടോ? ഇതൊക്കെ വലിയ വലിയ തേങ്ങ. ഇജാതി മുതല് തെങ്ങാണ് നമ്മളെ പറമ്പിലുള്ളത്. അയിമത്തെ തേങ്ങയാണ് കേട്ടോ. കണ്ടില്ലേ? നല്ല കനുള്ള തേങ്ങ. പറമ്പൊക്കെ ഫുള്ള് നീറ്റായിട്ട് കിടക്കുക കേട്ടോ. കാടെല്ലാം കൊത്തി വളമൊക്കെ ഇട്ട് നല്ല രീതിക്ക് നോക്കി കൊണ്ടിറക്കുന്ന ഒരു പറമ്പാണ്. പിന്നെ ഇനി നമ്മളെ പറമ്പിനകത്ത് കുറച്ച് റബ്ബർ എല്ലാം ഉണ്ട്. അപ്പൊ ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ പേരാണ്. മെഷീൻ പേര പറഞ്ഞാല് കുറച്ച് ഷെഡ് ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. മെഷീൻ 2 ഉണ്ട്. പിന്നെ ഒരു പാതകവും കാര്യങ്ങളൊക്കെ ആക്കി ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ ഇതാക്കണ് ജാതിക്കേന്റെ മരാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേപോലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. റബ്ബർ ഇവിടെ താഴെ ഉണ്ട്. റബ്ബർ ഉണ്ടല്ലേ? ഫുള്ള് ആദായമുള്ള തോട്ടം തന്നെ. നല്ല ആദായമുള്ള തോട്ടാണ്. കൊക്കോ, ജാതി, കാപ്പി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. ഓരോന്നും ഫുള്ള് ഇങ്ങനെ കാണിച്ചു തരാതാക്കണം. ഇതേപോലെയുള്ള റബ്ബറുകൾ. റബ്ബർ എത്ര പറഞ്ഞ 300-400 പറഞ്ഞേ. ഇതേമാരത്തെ റബ്ബറുകൾ നോക്കിയൊക്കെ നല്ല മരം കേട്ടോ. നല്ല വണ്ണുള്ള ടാപ്പിംഗ് ആക്കാത്ത മരം. ആകെ എത്രമാത്രം മറ്റേ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. 400 മരമാണ് ഇതിലുള്ളത്. ഇതേമാരിക്കുള്ള 400ഓളം മരങ്ങളാണ് നമ്മൾ ചിരട്ടതെല്ലാം പുതിയത് വെച്ചതാണ് കേട്ടോ. ഉണ്ടല്ലേ? ഇതേമാരിക്കുള്ള റബ്ബർ മരങ്ങൾ. ഇതിനൊക്കെ ഒരു വണ്ണ് നോക്കി വലിയ വലിയ മരങ്ങളാണ് കേട്ടോ. ഇതേമാരിക്കുള്ള മരങ്ങള് ഫുള്ള് റബ്ബറുകളാണ് ഈ ഭാഗത്തേക്ക്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇല ഫുള്ള് പോയി കിടക്കാണ്. അതുകൊണ്ടാണ് കാണാൻ ഒരു വൃത്തിക്കുറവുണ്ടാവും. പച്ചപ്പ് കുറവുണ്ടാവും. മരമൊക്കെ നല്ല നല്ല മരങ്ങളാണ്. ഇനി മേലെ കുറച്ച് പോയല്ലേ? ഇനി മേലേക്ക് പോയേക്കാം. കാപ്പി അല്ലേ ഇത്? കാപ്പി കണ്ടില്ലേ? കാപ്പി എല്ലാം കായ്ച്ചു കിടക്കുന്നുണ്ട്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ കാപ്പിപ്പൊടിക്കെല്ലാം കാപ്പി എല്ലാം കണ്ടില്ലേ? കായുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്. ചെറിയ വിലയല്ലേ ഓണർ ചോദിക്കണുള്ളൂ. 10 ലക്ഷം റുപ്യാണ് ലാസ്റ്റ് റേറ്റ് ചോദിക്കണത്. അതെ. അതും 6 ഏക്കർ 75 സെന്റ് സ്ഥലം. അതും ഇക്കോലം വരുമാനമുള്ള സ്ഥലം. ഇനി നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? അങ്ങോട്ട് പോയേക്കാം. 6 ഏക്കറല്ലേ നടക്കണ്ടേ? 6 ഏക്കർ 75 സെന്റ് സ്ഥലമുണ്ട്.
ഞങ്ങള് ഇപ്പൊ നമ്മള് പറമ്പിന്റെ കുറച്ചിങ്ങോട്ട് മേലെ ഭാഗത്തേക്ക് എത്തിട്ടോ. വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന്. വീടാണ് കാണുന്നത് അവിടെ. തെങ്ങും തോട്ടമുണ്ടോ തെങ്ങുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കലുണ്ട്. പറ്റും. ചിലവർക്ക് തെങ്ങും കൃഷിയാണ് ഇഷ്ടം, ചിലർക്ക് കവുങ്ങും കൃഷിയാണ് ഇഷ്ടം, ചിലർക്ക് കാപ്പി, ചിലർക്ക് കുരുമുളക്. ഈ ഒരു പറമ്പില് ഇതെല്ലാം ഉണ്ട് അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കുറച്ച് വലിയ റബ്ബറുകളുണ്ട്, ഷോർട്ടറാകാൻ പാകത്തുള്ള മരങ്ങൾ ഉണ്ടോ. തെങ്ങ് നോക്കാം. തെങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടതാര് തെങ്ങേ. ഈ തെങ്ങ് തോട്ടം നല്ല മജാ തോട്ടം, നല്ല നോക്കിക്കൊണ്ടിരിക്കണാണ്. മേലേക്ക് വെള്ളമടിക്കുന്നുണ്ട് തോന്നുന്നു. മേലെ ടാങ്ക് ഉണ്ടോ? പൈപ്പ് കണക്ഷൻ പോകണ്ടല്ലേ? അവിടെ വാഴ വെച്ചിട്ടുണ്ടെന്നാണ് കണ്ടല്ലേ? അത് നനയ്ക്കണതാവൂല്ലേ? അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ കുറച്ച് മേലെ ഭാഗത്ത് എത്തിട്ടോ. അപ്പൊ ഇവിടെ ഇതാക്കണം ഇതേമാരിക്കുള്ള കുറച്ച് ഷോർട്ടർ മരങ്ങളുണ്ട്. ഇതേമാരിക്കുള്ള നല്ല വണ്ണുള്ള മരങ്ങളാട്ടോ. ഇതൊക്കെ ഇങ്ങോട്ട് ഫുള്ള് റബ്ബറാട്ടോ. ഇത് വേറൊരു സംഭവം സ്ഥലം ഉണ്ട് കാരണം ഇവിടെ ഇങ്ങോട്ട് ചേർന്ന് തന്നെ. പിന്നെ അതേപോലത്തെ ഇതൊക്കെ കാട്ടുമരം മാരിക്കുണ്ടല്ലേ ഈ റബ്ബറൊക്കെ. എത്രങ്ങാനും വണ്ണല്ലേ? നല്ല വണ്ണുള്ള റബ്ബറുകളാട്ടോ. ഇത് വേറെന്തോ മരം കേട്ടോ. മാവ്. അത് മാവ് നല്ല വലിയൊരു മാവുണ്ട്. മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടും. മാങ്ങയുടെ സീസണില് മാങ്ങ അല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ കൃഷിയാണ്. മറ്റേ ഇതിന്റെ കൃഷിയാണ് വാഴ. അയ്യോ ഉണ്ടോ? ഇപ്പൊ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. കൃഷിയേ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആഹാ, ഇതെല്ലാം അടിപൊളി തോട്ടാണല്ലോ. ഇന്നാളെ ഞാൻ കുറെ മുന്നേ വന്നപ്പോൾ അതൊക്കെ ഫുൾ കാട് കെട്ടിക്കിടക്കായിരുന്നു. അപ്പൊ അതൊക്കെ വെട്ടി തെളിച്ചതാണ്. ഉണ്ടല്ലോ വാഴ. കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ഇതേമാതിരി നല്ല പൊന്ന് വിളയിക്കാൻ പറമ്പിട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങള് വാഴത്തോട്ടാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് അല്ല നമ്മള് ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് കമന്റ് അടിക്കുക, ആന വരും, പുലി വരും, കടുവ വരും, കാട്ടുപോത്ത് വരും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ആനയും പുലിയും കടുവയും പന്നിയൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇക്കോലി വാഴ സാധനങ്ങളൊക്കെ കൂടെ നട്ടുണ്ടാക്കുമോ? കമന്റ് അടിക്കണവര് കമന്റ് അടിച്ചുകൊണ്ടേയിരിക്കും. പൈസ ഉള്ളവൻ വന്നിട്ട് സ്ഥലം വാങ്ങി കൈക്കലാക്കി ഒരു പണിക്കാരൊക്കെ വെച്ച് കമന്റ് ഇട്ടോണ്ടിരിക്കാതെ പൈസ ഉണ്ടെങ്കിൽ ഇമ്മാരത്തെ മുതലൊക്കെ സ്വന്തമാക്കാൻ നോക്കിക്കൊള്ളിട്ടോ. നമുക്ക് അത്രേ പറയാനുള്ളൂ. ദുനിയാവ് കുറെ നടക്കാൻ കേട്ടോ. നമ്മൾ കുറെ 75 സെന്റ് സ്ഥലം. പിന്നെ അങ്ങനെ ആൾക്കാർ പറയും പിന്നെ അണക്കിയാണ് ഇങ്ങനെ അണക്കിയാണ്. 6 ഏക്കർ 75 സെന്റ് നിങ്ങൾ നടന്നാലും ഇതിലേറെ അണക്കും. ഇങ്ങക്ക് ഈ 10 മിനിറ്റ് നേരത്തെ വീഡിയോ കാണുന്ന ആ ഒരു അടങ്ങാറ് ഇങ്ങക്ക് സഹിക്കേണ്ടേ ഉള്ളൂ. ചിലപ്പോ സൗണ്ടൊക്കെ ചിലപ്പോ അലക്കേരാക്കെ ഉണ്ടാകാരം. പക്ഷെ ഇക്കണ്ട സ്ഥലം മുഴുവൻ നടന്നെത്തിങ്ങാണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കാട്ടി തരാറിനാലേ ചില്ലറ കുറച്ചൊന്നല്ല നയിക്കുള്ളൂ കേട്ടോ. ശ്വാസം വലിച്ചാൽ കിട്ടൂല. അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദയഗിരി എന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാലാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞത്. ഏക്കറിന് വെറും 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു പ്ലോട്ടിന്റെ അടുത്ത് നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിക്കുക. പിന്നെ പടപടയെന്ന് പറഞ്ഞ് വിളിക്കുക. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക അല്ലേ? മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് വിലയിരുത്തി നിങ്ങളെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, അതെല്ലാം എടുക്കാൻ താല്പര്യമുണ്ട്, കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പരസ്യമൊക്കെ ചെയ്യുന്നതിന് പരസ്യമൊക്കെ ചെയ്തു തരാം. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലൻ പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.